നമസ്കാരം. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് അത്തമാണെന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ള വകയൊന്നും ഇല്ല. കേരളത്തിൽ അറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാനൊരു അത്തപ്പൂക്കൾ ഇട്ടുന്നു മാത്രം. അതും എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ സഹായിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് 1 ലക്ഷം രൂപ സംഭാവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളോട് 1 ലക്ഷം രൂപ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, അണ്ണാനും കുഞ്ഞിനും തന്നാലായതെന്നല്ലേ നമ്മൾ പറയുന്നത്. ഒരു 10 രൂപയാണെങ്കിലും അത് അവരുടേതായ അതോറിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു എന്താ പറയുക, ഒരു സഹായമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടെ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഇനിയും മനസ്സുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സഹായിക്കുക, നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മധുര പച്ചടിയാണ്. മധുര പച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളും ഈന്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരി ഇട്ടിട്ടുള്ള ഒരു പച്ചടിയാണ്. ഇതിന് മുൻപ് ഞാൻ പൈനാപ്പിൾ പച്ചടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചടിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സദ്യയുടെ വിശിഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് മധുര പച്ചടി തയ്യാറാക്കാം എന്ന് നോക്കി തരാം. ഓക്കെ. അപ്പോൾ നമുക്ക് മധുര പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതിന് മുൻപ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടിയും മധുര പച്ചടിയും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈനാപ്പിൾ പച്ചടിയിൽ പൈനാപ്പിൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം മധുര പച്ചടിയിൽ പൈനാപ്പിൾ ഉപയോഗിക്കും, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കറുത്ത മുന്തിരി, അതുപോലെ തന്നെ പഴം, നേന്ത്രപ്പഴം, ഇത് മൂന്നും കൂടി ചേർത്തുണ്ടാക്കുന്നതാണ് നമ്മുടെ മധുര പച്ചടി. അപ്പോൾ ചില സദ്യയിൽ മധുര പച്ചടി ആയിരിക്കും, ചില സദ്യയിൽ പൈനാപ്പിൾ പച്ചടി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് മുറിച്ച് നോക്കാം. എന്നിട്ട് ഇതിൽ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ മുറിച്ചിട്ട് ഏകദേശം എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, എത്ര വേണ്ടി വരും എന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇതൊക്കെ കളയണം. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റി കളയണം. ഞാനെപ്പോഴും പൈനാപ്പിൾ മുറിക്കുന്നത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. പല കുട്ടികളും ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, പക്ഷെ കാണാത്തവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റേതുപോലെ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഇതേപോലെ ആദ്യം തന്നെ സ്ലൈസസ് ആയിട്ട് അങ്ങ് മുറിക്കുക. അതിനുശേഷം ഇതിൻ്റെ തൊലി കളയാൻ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്ലൈസ് എടുക്കുക, അതിനുശേഷം മുറിച്ച് കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഈസി ആയിട്ട് നമുക്കങ്ങ് തൊലി റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണയൊക്കെ ഞാനിത് പൈനാപ്പിൾ മുറിക്കുമ്പോൾ ജാൻ്റെ സഹായം തേടാറ് പതിവ്. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പൈനാപ്പിൾ മുറിക്കാൻ പറ്റും. ഇതിൻ്റെ കണ്ണ് കളയാൻ പറ്റും. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഷെയ്ഡ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് പൈനാപ്പിളും തൊലി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കണം. പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. കേടൊന്നും അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ 1/4 ഭാഗം എടുക്കുന്നുള്ളൂ. ഒരു പൈനാപ്പിളിൻ്റെ, ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം. അപ്പോൾ മാത്രമല്ല ഈ മിഡിൽ പോർഷൻ നമ്മളെപ്പോഴും റിമൂവ് ചെയ്യണം. ചില പൈനാപ്പിൾ നല്ലതായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ചൊറിയാൻ തുടങ്ങും. അപ്പോൾ ഇത് നല്ല കുക്ക് ചെയ്യുന്നതാണ്, എന്നാൽ പോലും ഞാൻ ഈ മിഡിൽ പോർഷൻ ഞാൻ മാറ്റാറുണ്ട്. അതായത് ഈ കട്ടിയുള്ള ഭാഗം കേട്ടോ, അത് റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ചെറിയ പീസസ് അതിൻ്റെ അങ്ങ് മുറിച്ച് വയ്ക്കുക. ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ ആ മിഡിൽ പോർഷൻ റിമൂവ് ചെയ്യണം കേട്ടോ. എനിക്ക് പൈനാപ്പിൾ അലർജിയാണ്. ഇപ്പോൾ തന്നെ പണ്ടൊന്നും അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെറുതെ കഴിക്കുമ്പോൾ എനിക്ക് ചുണ്ടൊക്കെ ചൊറിയാൻ തുടങ്ങും, തൊണ്ട ചൊറിയാൻ തുടങ്ങും. ഒരു പ്രാവശ്യം ആൻറ്റിബയോട്ടിക് വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാ പൈനാപ്പിളല്ല, ചില പൈനാപ്പിൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് മാത്രമേ ഇപ്പോൾ പൈനാപ്പിൾ കഴിക്കാറുള്ളൂ. അലർജി ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാം. ഈ ഒരു അളവിൽ കേട്ടോ. ഇച്ചിരി ചെറുതായാലും വലുതായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുക്ക് ചെയ്യാനുള്ളതാണ് നമുക്കത്. ചില സദ്യക്ക് പോകുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാക്കി കാണാറുണ്ട്, പക്ഷേ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ കഷ്ണങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ പൈനാപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം
ബാക്കി പ്രൊസീജിയർ കാണാം. ഓക്കെ, ഇത് നല്ല പഴുത്ത നല്ല ഫ്ലേവറുള്ള പൈനാപ്പിളാണ്. അത് നാടൻ പൈനാപ്പിളാണ് കേട്ടോ. കാരണം നാടൻ പൈനാപ്പിൾ വെച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക രുചി കൂടും. ഇപ്പോൾ ദുബായിലൊക്കെ ചിലപ്പോൾ നാടൻ പൈനാപ്പിൾ കിട്ടാറില്ല. അപ്പോൾ ഫിലിപ്പൈൻസിൽ നിന്നുള്ള പൈനാപ്പിളാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതിന് മധുരം ഉണ്ടാവും, പക്ഷേ ഒരു ഫ്ലേവർ കുറവായിരിക്കും, ഒരു സ്മെല്ല് കുറവായിരിക്കും പൈനാപ്പിളിൻ്റെ. അപ്പോൾ എപ്പോഴും നാടൻ പൈനാപ്പിൾ കിട്ടുകയാണെങ്കിൽ, അതും പഴുത്ത പൈനാപ്പിൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദേ നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു കുക്കറിലോട്ട് ഇടാം. ഞാൻ കുക്കറിലാണ് പൈനാപ്പിൾ കഷ്ണങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം പൈനാപ്പിളിന് നല്ല വേവ് ഉള്ളത് ആ ഫ്രൂട്ടാണ് പൈനാപ്പിൾ. അപ്പോൾ നമ്മൾ വെറുതെ കലച്ചട്ടിയിലൊക്കെ ഇട്ടുകയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും കുക്കായി കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, നോൺ സ്റ്റിക്ക് കുക്കറിലോട്ട്. ഇവിടെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കുക. കാരണം ഞാൻ മഴ തോർന്നതിന് ശേഷം കുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ മഴ തോരുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഓണത്തിന് റെസിപ്പീസ് വേണമെന്ന് എന്നോട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു കഷ്ടകാല സമയമാണെന്ന് തോന്നുന്നു ഈ വർഷം കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എന്താ ചെയ്യാമെന്ന്. നമ്മൾ നിസ്സഹായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്കിതിലോട്ട് ഞാനിതിലേക്ക് പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിടുക. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 4 വിസിൽ കേട്ടോ. ഇത് ഒരു 4 വിസിൽ വന്നതിന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് ചൂട് പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഞാനിപ്പോൾ കുഞ്ഞു കുക്കറിൽ ഞാൻ കുക്ക് ചെയ്യുന്നില്ല. ഞാനിനി നമ്മുടെ കലച്ചട്ടിയിലോട്ട് മാറ്റാൻ പോവാണ്. കലച്ചട്ടിയോ അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ചെയ്യാവുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ കലച്ചട്ടിയിലോട്ട് മാറ്റാൻ പോകുന്നത് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ അതിൽ ചെയ്യുക, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചും ചെയ്യാം. അപ്പോൾ കുക്ക് ചെയ്തിരിക്കുന്ന പൈനാപ്പിൾ ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ പൈനാപ്പിളിൽ ഞാൻ പറഞ്ഞില്ല, നല്ലോണം വേവുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ഇനി ഞാൻ ഇതിലേക്ക് പഴവും അതേപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ചിട്ടുള്ള പഴമാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് പഴുത്ത പഴം വേണ്ട, അതേസമയം അത്യാവശ്യം പഴുക്കാൻ വേണം കേട്ടോ. ആ ഒരു രീതിയിലിരിക്കുന്ന പഴമാണ് ഏറ്റവും നല്ലത് നമ്മുടെ മധുരക്കറി ഉണ്ടാക്കുമ്പോൾ. ഇനി ഞാനിതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതിൽ കാരണം വെള്ളം കുറവാണ്. ഒരു 1/4 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 2 കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റോളം ഇതങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നന്നായി കുക്ക് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മധുരക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരയ്ക്കാനെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് തേങ്ങയുടെ അളവിലും വ്യത്യാസം വരും. ഒരുപാട് തേങ്ങ വേണ്ട, എന്നാൽ അത്യാവശ്യത്തിന് തേങ്ങ വേണം താനും. അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്സ് കേട്ടോ. നല്ല ജീരകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തതിന് ശേഷം അരച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് ഫൈനായിട്ട് അങ്ങ് അരയ്ക്കേണ്ട. പയറും മത്തങ്ങ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ പരുവില്ലേ, അതായത് ഓവറായിട്ട് അങ്ങ് ഫൈൻ ആവാണ്ട് അരയും വേണം, അതേസമയം ഓവറായിട്ട് ഫൈൻ ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ അങ്ങ് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കടുകാണ്. കടുക് ഞാൻ പിന്നെ ചേർക്കുന്നുള്ളൂ. കടുക് തനിയെ ഞാനൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അവസാനം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഞാൻ കടുകും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. കടുക് വേണമെന്നുണ്ടെങ്കിൽ കടുക് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കടുക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചതച്ച് ചേർക്കാം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇത് മാത്രം അരച്ച് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തപ്പോൾ അറിഞ്ഞില്ല, അതുകൊണ്ട് വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ തൈര് ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചേർത്തിരിക്കുന്ന നേന്ത്രപ്പഴവും നന്നായിട്ട് അങ്ങ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് മുന്തിരി. ഒരു 10-12 മുന്തിരി നന്നായി വാഷ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൈ കൊണ്ട് തൊട്ട് നോക്കുക. അപ്പോൾ അത്യാവശ്യം തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത് നന്നായി തിളയ്ക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് പച്ചമണം നന്നായി മാറണം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയുടെയും അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പച്ചമുളക് ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചോവ് നന്നായി മാറണം. അതുവരെ നന്നായി ഇതിൽ കിടന്ന് കണ്ട് തിളക്കട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തൈര് എടുക്കണം. തൈര് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് വിപ്പ് ചെയ്ത് കൊണ്ടുവരണം. തൈര് വിപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവറായിട്ട് അങ്ങ് മോര് പോലെ വിപ്പ് ചെയ്യാൻ പാടില്ല. അതേസമയം അതിലത്തെ കട്ടകൾ ഉടയാൻ വേണം. അപ്പോൾ വിപ്പിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കട്ടകൾ ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മധുരക്കറി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യാറ്. അതേസമയം നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ചിലർ ഇടാറില്ല, പക്ഷേ നമ്മുടെ സൈഡിലൊക്കെ ഇടും പഞ്ചസാര. ഞാൻ പറഞ്ഞ പോലെ ശർക്കര ഇടുമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇടുമ്പോൾ മണ്ണില്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നേരെ കട്ടായിട്ട് ഇട്ട് കൊടുക്കാം. അതേസമയം അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തൈര് എടുക്കാം. തൈരിൻ്റെ അളവ് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. 5 വലിയ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് വിപ്പ് ചെയ്യുക, ഓവറായിട്ട് മോര് പോലെ ആവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേസമയം ഇതിലത്തെ കട്ടകൾ ഉടഞ്ഞിരിക്കാൻ വേണം കേട്ടോ. അപ്പോൾ വിപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം ഞാൻ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട് ഗ്രേവിയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? തൈര്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചേർത്തിട്ടുള്ള മുന്തിരിയില്ലേ, അത് തൈര് ചേർക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം മുന്തിരി പെട്ടെന്ന് കുക്കായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഓരോ മുന്തിരി ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം വരും. ഈ മുന്തിരി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് ഇട്ടാൽ മതി. കാരണം കണ്ടില്ലേ, ഇതിൻ്റെ പൾപ്പ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ ബോൾ പോലെയായിട്ട് വന്നിട്ടുണ്ട്. ഈ മുന്തിരിയുടെ തൊലി തനിയെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ഇത് ഇരിക്കുന്ന ഓരോ കൺസിസ്റ്റൻസി അങ്ങ് തിക്കായിക്കോളും കേട്ടോ. പിന്നെ നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും ഈ സംഭവം അങ്ങ് തിളപ്പിക്കാൻ പാടില്ല. ഞാനിതിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ചൂടിൽ തന്നെയാണ് ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. ഞാനിതിൻ്റെ മധുരമൊക്കെ നോക്കട്ടെ. ഉപ്പും മധുരമൊക്കെ നോക്കി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി ഉപ്പ് കുറവാണ്, മധുരമൊക്കെ കറക്റ്റാണ്. തൈര് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് പിരിയും. അത് സൂക്ഷിക്കുക, ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് കാച്ചി ഒഴിക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. എരിവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടി കണ്ടിട്ട് ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കറികളൊക്കെ കാച്ചി ഒഴിക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കണ്ട, അല്പം വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചൂടായി കഴിഞ്ഞ് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കണം. 3-4 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സംഭവം കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. നമുക്ക് നമ്മളെ മധുര പച്ചടിയിലോട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചതിന് ശേഷം നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ ഇവിടുത്തെ വാസന എന്നറിയാമോ? ഞാനിതിൽ മെയിനായിട്ടുള്ളൊരു സംഭവം ചേർക്കാൻ മറന്നുപോയി. നമ്മളിതിൽ ചേർക്കേണ്ട കടുക് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ചേർക്കേണ്ടതാണ് കേട്ടോ. ഞാനത് മനസ്സിൽ നിന്ന് വിട്ടുപോയതാണ്. കാരണം ഇത് ദൂരെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ ആദ്യമേ തന്നെ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നം വരുന്നില്ല. കടുകാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേക വാസന വരും കടുക് ചേർക്കുമ്പോൾ. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ സദ്യ പച്ചടിയുടെ ആ ഒരു വാസന തന്നെ വന്നത്. കടുക് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത് കേട്ടോ. ഞാൻ മറന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ മറക്കാൻ പാടില്ല. എനിക്ക് പ്രായമായി, അതുകൊണ്ടായിരിക്കാം മറവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടറെ കാണണം എന്തായാലും. ഇത് അടച്ച് വെക്കുക. ഈ ചൂട്ടത്തിരുന്നിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അടിപൊളിയായിരിക്കും. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തൊട്ട് ഉച്ചവരെയുള്ള സമയം കൊണ്ട് ഒരുപാട് അങ്ങ് പുളി കൂടും. അതുകൊണ്ട് ചെറിയ പുളിയുള്ള തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സദ്യ സമയമാകുമ്പോഴേക്കിനും പെർഫെക്റ്റ് ആയിരിക്കും. അതിൻ്റെ പുളിയും മധുരവും ഉപ്പും എരിവും ഒക്കെ നല്ല ആ കഷ്ണങ്ങളൊക്കെ പിടിച്ച് അടിപൊളിയായിരിക്കും. ഇപ്പോൾ തന്നെ അടിപൊളിയാണ്. ഇനി ഞാൻ അവസാനമായിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? കുറച്ചും കൂടെ ഇതിലേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കറുത്ത മുന്തിരി ആകെ ഉടഞ്ഞു പോയി, കാണുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിൽ കിടന്നോട്ടെ, ആ ചൂട്ടിൽ തന്നെ കിടന്ന് വെന്തോളും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ ആദ്യമേ തന്നെ ഇടാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ കറുത്ത മുന്തിരിയുടെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. കാരണം ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തന്നെ ഈ മഞ്ഞ കളറിൽ ഈ കറുത്ത മുന്തിരി കിടക്കുന്നതല്ലേ അതിൻ്റെ ഭംഗി. അപ്പോൾ ഇത് അടച്ച് വെക്കുക.
ആഹാ, നമ്മുടെ സദ്യയിലത്തെ പച്ചടി മാറി നിൽക്കും, അതേപോലെ ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പഞ്ചസാര അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് നമ്മുടെ സദ്യ പച്ചടിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ പഞ്ചസാര ചേർക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വരില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ സദ്യ മധുര പച്ചടി. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്